ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുട്ടുപൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കാം. അത് നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഒരു 5-10 ചെറിയ ഉള്ളി, പിന്നെ ഒരു ടീസ്പൂണ് നല്ല ചെറിയ ജീരകം, ഒരു ടീസ്പൂണ് പെരുംജീരകം. അജ്മി പുട്ടുപൊടിയാണ് ഞാനിതിന് എടുത്തിട്ടുള്ളത്. അജ്മി പുട്ടുപൊടിയാകുമ്പോൾ നല്ല തെരുതെരി പോലെ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ നൂൽപുട്ടിന് പൊടിക്കുന്ന മിൻസപ്പൊടിയെ കൊണ്ടാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ തെരുതെരി പോലത്തെ ആണ്. അപ്പം നമ്മളത് ഒരു പാത്രത്തിൽ 1 കപ്പ് അരിപ്പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ഉള്ളിയും ജീരകവും ഒന്ന് ഒതുക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം അതും ചേർത്തിട്ട് 1 സ്പൂണ് നെയ്യും ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി വെച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ടും ഉരുട്ടി വെച്ചതിൻ്റെ ശേഷം ഒരു കവർ എടുക്കുക. നാട്ടിലാകുമ്പോൾ നമുക്ക് വാഴയിലേൻ്റെ അകത്ത് പരത്താം. ഇതിപ്പോൾ നമുക്ക് വാഴയില ഇടുന്ന് കിട്ടില്ല. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു കവർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്ക് നല്ല നേർങ്ങനെ, അധികം നേരിയതുമല്ല അധികം തടിച്ചതും അല്ലാണ്ടിരിക്കണം. അങ്ങനെ എല്ലാം പരത്തി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. അധികം വെളിച്ചെണ്ണ ഒഴിക്കുകയൊന്നും ചെയ്യണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിപ്പൊക്കെ അതിനെ കൊണ്ട് കോരിയിട്ട് മേലോട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി. നല്ലോണം പൊങ്ങി വരും. അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ചുട്ടെടുക്കാം. നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് നിറച്ചിട്ട് കൊടുത്താൽ മതി. 2 ഭാഗമായി കഴിഞ്ഞാകുമ്പം കോരിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. പുട്ടുപൊടിയെ കൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കും. സാധാരണ നമ്മൾ നേരിയ പൊടിയാണ് ഇതിന് ഉപയോഗിക്കുക. ഇതിപ്പോൾ അജ്മി പുട്ടുപൊടിയാണ്.